നമസ്കാരം. ഞാൻ ഡോക്ടർ രാഹുൽ ചന്ദ്രൻ, കൺസൾട്ടൻറ്റ് ജനറൽ ആൻഡ് ലാപ്രോസ്കോപ്പിക് സർജൻ, റെനെ മെഡിസിറ്റിയെക്കുറിച്ച്. നമ്മൾ ഇന്ന് ഇവിടെ സംസാരിക്കാൻ പോകുന്ന വിഷയം ഡേ കെയർ സർജറീസ് എന്നതിനെക്കുറിച്ച്. അങ്ങനെ എന്താണ് ഡേ കെയർ സർജറീസ്? നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, മുന്നത്തെ പോലെ ഒരു ശസ്ത്രക്രിയ എന്ന് പറയുന്നത് അത്ര കോംപ്ലക്സ് ആയിട്ടുള്ള അല്ലെങ്കിൽ അത്ര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിട്ടൊന്നും കണക്കാക്കപ്പെടുന്നില്ല. മുമ്പത്തെ കാലത്ത് ശസ്ത്രക്രിയയ്ക്ക് മുന്നേ നമുക്ക് വളരെയധികം പ്രിപ്പറേഷൻ വേണ്ടി വരുന്നു. ശസ്ത്രക്രിയ എന്ന് പറയുന്നത് എന്തോ വളരെയധികം ഭീതി ഉളവാക്കുന്ന ഒരു കാര്യമായിരുന്നു. ശസ്ത്രക്രിയയ്ക്ക് ശേഷമാണെങ്കിലും ഒരുപാട് ദിവസം നമ്മൾ ബെഡ് റെസ്റ്റ് എടുക്കണം, അനങ്ങാൻ പാടില്ല, വീടിന് പുറത്തിറങ്ങാൻ പാടില്ല, 1-2 മാസം ജോലിക്ക് പോകാൻ പാടില്ല, അങ്ങനെയുള്ള പല മിഥ്യാധാരണകളും വളരെ കാലമായിട്ട് നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുണ്ട്. എന്നാൽ ഇന്നത്തെ ടൈമിൽ കാലം നമ്മുടെ അഡ്വാൻസ് ചെയ്യുന്നതോടൊപ്പം, നമ്മുടെ സയൻറ്റിഫിക് അഡ്വാൻസസ് വരുന്നതിനോടൊപ്പം ശസ്ത്രക്രിയയിലും വളരെ പ്രകടമായ മാറ്റങ്ങൾ, അത് ഈ അടുത്തിടെ കുറച്ച് കാലമായിട്ട് വളരെ പ്രകടമായ മാറ്റങ്ങളുണ്ട്. അത് പലർക്കും റിയലൈസ് ചെയ്യുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. ഇപ്പോഴും നമ്മുടെ ഇടയിലേക്ക് ആ ധാരണകളൊന്നും പ്രോപ്പറായിട്ട് മനസ്സിലാക്കി തുടങ്ങിയിട്ടില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നൊരു കാര്യമാണ് ഡേ കെയർ സർജറീസ്. ഡേ കെയർ സർജറീസ് എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി ഒരു ശസ്ത്രക്രിയക്കായിട്ട് ഒരേ ദിവസം രാവിലെ അല്ലെങ്കിൽ ഏർലി മോർണിംഗ് അഡ്മിറ്റായി അന്നത്തെ ദിവസം തന്നെ ശസ്ത്രക്രിയ ചെയ്ത് തിരിച്ച് വീട്ടിൽ പോകുന്നത്, അതിനെയാണ് നമ്മൾ ഡേ കെയർ സർജറീസ് എന്ന് പറയുന്നത്. കോമൺ ആയിട്ട് ഏതൊക്കെ ശസ്ത്രക്രിയ നമുക്ക് ഡേ കെയർ സർജറി ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചാൽ എല്ലാ വിഭാഗത്തിലെയും പല ശസ്ത്രക്രിയകളും നമുക്ക് ഡേ കെയർ ആയിട്ട് തന്നെ ചെയ്യാവുന്നതാണ്. ഞാനത് കൂടുതലും എൻ്റെ ഫീൽഡ്, അതായത് ലാപ്രോസ്കോപ്പിക് സർജറിയിൽ അല്ലെങ്കിൽ ജനറൽ ആൻഡ് ലാപ്രോസ്കോപ്പിക് സർജറിയിൽ എന്തൊക്കെ ചെയ്യാമെന്നുള്ളതിനെക്കുറിച്ച് പറയാം. കീഹോൾ സർജറി എടുക്കുമ്പോൾ നമ്മൾ കൂടുതലും ഡേ കെയർ ആയിട്ട് ചെയ്യുന്ന അപ്പൻഡിസെക്ടമി, നമ്മുടെ അപ്പൻഡിക്സ് നീക്കം ചെയ്യുന്ന ശസ്ത്രക്രിയ, കോളിസിസ്റ്റക്ടമി, പിത്തസഞ്ചി നീക്കം ചെയ്യുന്നത്, ഹെർണിയ സർജറികൾ, എല്ലാവിധ ഹെർണിയകളും, പൊക്കിളിൻ്റെ അവിടെയുള്ള ഹെർണിയായാലും താഴത്ത് നമ്മുടെ ഇൻഗ്വൈനൽ റീജിയനിലുള്ള ഹെർണിയായാലും എല്ലാം നമുക്ക് ഡേ കെയർ ശസ്ത്രക്രിയ ആയിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. അതിന് ആദ്യം വേണ്ട കാര്യം, പേഷ്യൻറ്റിനെ നേരത്തെ കണ്ടിരിക്കണം. നമുക്ക് അന്ന് തന്നെ ശസ്ത്രക്രിയ ചെയ്തു പോകാൻ ബുദ്ധിമുട്ടായിരിക്കും. പേഷ്യൻറ്റിനെ നേരത്തെ കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യമേ തന്നെ ഇവാലുവേറ്റ് ചെയ്യും. ആൾക്ക് വേറെ എന്തെങ്കിലും അസുഖങ്ങളുണ്ടോ, എന്തെങ്കിലും സീരിയസ് ആയിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ടോ, ഹാർട്ടിൻ്റെ എന്തെങ്കിലും അസുഖങ്ങളുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അനസ്തീഷ്യ ഡോക്ടർ നോക്കി പരിശോധിക്കും. എന്തെങ്കിലും കോംപ്ലക്സ് ആയിട്ടുള്ള അസുഖങ്ങൾ, സിവിയർ ആയിട്ടുള്ള അസുഖങ്ങളുള്ള രോഗികളെ നമുക്ക് തീർച്ചയായും ഡേ കെയർ ആയിട്ട് ചെയ്യാൻ പറ്റില്ല. അയാൾക്ക് ഒരു ദിവസം അഡ്മിറ്റ് ചെയ്ത് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് വാച്ച് ചെയ്യേണ്ടി വരും. അല്ലാത്ത ഒരു വ്യക്തിയെ നമ്മൾ നേരത്തെ കണ്ട് ഇവാലുവേറ്റ് ചെയ്ത് അനസ്തീഷ്യ ഡോക്ടർ ഫിറ്റ്നസ് തന്നു കഴിഞ്ഞാൽ, നമ്മൾ ബ്ലഡ് ടെസ്റ്റും കാര്യങ്ങളെല്ലാം ചെയ്തതിന് ശേഷം ഫിറ്റ്നസ് കിട്ടിക്കഴിഞ്ഞാൽ രോഗി അന്നേ ദിവസം ഒരു ഏർലി മോർണിംഗ് വെറും വയറ്റിൽ ഭക്ഷണം കഴിക്കാതെ ഹോസ്പിറ്റലിൽ എത്തുന്നു, നമ്മൾ ശസ്ത്രക്രിയ നടത്തുന്നു. ഒരു 3 മണിക്കൂറോ 4 മണിക്കൂറോ നമ്മൾ ICUവിൽ ഒബ്സർവേഷൻ ചെയ്തു. അത് കഴിഞ്ഞ് രോഗി തിരിച്ച് റൂമിൽ എത്തുമ്പോൾ തന്നെ ആൾക്ക് നടന്നു തുടങ്ങാം, ഒരു 1 hour പതുക്കെ വെള്ളം കുടിച്ച് തുടങ്ങാം, കുറച്ച് നേരത്തിനുള്ള ഭക്ഷണം കഴിച്ചു തുടങ്ങാം, വൈകുന്നേരം ഒന്ന് കുളിച്ച് കഴിഞ്ഞ് വീട്ടിൽ പോകാവുന്നതാണ് തിരിച്ച്. ലാപ്രോസ്കോപ്പിക് സർജറി അത്രയും കൂടുതൽ അഡ്വാൻസ് ചെയ്തിരിക്കുന്നു. പണ്ടത്തെ പോലെ ഒരു മുറിവിൻ്റെ വേദനയോ അല്ലെങ്കിൽ മുറിവുള്ളപ്പോൾ വെള്ളം ഒഴിക്കാൻ പാടില്ല, അങ്ങനെയൊന്നുമില്ല. ഇന്ന് നമ്മൾ വളരെ ചെറിയ മുറിവുകളാണ് ഉപയോഗിക്കുന്നത്, ഗ്ലൂ വെച്ച് മുറിവടയ്ക്കുന്നു. അപ്പം അന്നത്തെ ദിവസം തന്നെ കുളിച്ച് നമുക്ക് തിരിച്ച് വീട്ടിൽ പോകാവുന്നതാണ്. പിന്നെ റെസ്റ്റിൻ്റെ കാര്യം, അത് നമ്മൾ ഏർലി ആയിട്ട് നമ്മൾ പേഷ്യൻറ്റിനെ ബാക്കിയുള്ള നോർമൽ ആക്ടിവിറ്റീസിലേക്ക് നമ്മൾ പ്രോംപ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എൻഹാൻസ് റിക്കവറി എന്ന് പറയും. നമ്മൾ പേഷ്യൻറ്റിനോട് ഇനിഷ്യലി തന്നെ നടക്കാൻ ആവശ്യപ്പെടുന്നു. പതുക്കെ ഒറ്റയടിക്ക് എഴുന്നേറ്റ് നടക്കാനല്ല, തലകർക്കമോ ഒന്നും ഇല്ല എന്ന് വാച്ച് ചെയ്തതിന് ശേഷം ആളോട് ആക്റ്റീവായിട്ട് നടക്കാൻ ആവശ്യപ്പെടുന്നു. അതുപോലെ തന്നെ നേരത്തെ തന്നെ നമ്മൾ അനസ്തീഷ്യയുടെ എഫക്റ്റ് മാറുമ്പോൾ തന്നെ നേരത്തെ തന്നെ ഭക്ഷണം കൊടുക്കുന്നു. അപ്പം ഒരു രോഗിയുടെ തിരിച്ചൊരു നോർമൽസിയിലേക്കുള്ള കാര്യങ്ങൾ കുറച്ചുകൂടെ പെട്ടെന്നാവുന്നു എന്നുള്ളതാണ്. പണ്ട് നമ്മൾ റെസ്റ്റ് എടുക്കാതെ 4-5 ദിവസം കിടക്കുന്നതിലും കൂടുതൽ നമ്മൾ ഏർലി ആയിട്ട് നമ്മുടെ ഒരു നോർമൽ അവസ്ഥയിലേക്ക് തിരിച്ചെത്തും. ഇതുകൊണ്ടുള്ള അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സമയമാണ്. നമുക്ക് എത്രയും പെട്ടെന്ന് നമ്മുടെ ജോലിക്ക് പോകണം, നമുക്ക് ലീവ് കിട്ടുന്നില്ല, നമുക്ക് വേറെ നമ്മുടെ ഫാമിലിയുടെ കാര്യങ്ങളുണ്ട്, എല്ലാം നോക്കാൻ നമ്മൾ ആക്റ്റീവായിരിക്കണം. നമ്മൾ ഈ എൻഹാൻസ് റിക്കവറിയിലൂടെ നമ്മളൊരു നോർമൽ ആക്ടിവിറ്റിയിലേക്ക് വളരെ പെട്ടെന്ന് എത്തുന്നതിലൂടെ നമുക്ക് നമ്മുടെ നോർമൽ കാര്യങ്ങളിലേക്ക് തിരിച്ചു പോകാൻ പറ്റും. ഈവൻ നമ്മൾ ലേസറായിട്ട് ചെയ്യുന്ന ശസ്ത്രക്രിയകൾ, പൈൽസിൻ്റെ ശസ്ത്രക്രിയയായാലും വേരിക്കോസിൻ്റെ ശസ്ത്രക്രിയയായാലും എല്ലാം ഇന്ന് ഡേ കെയർ ആയിട്ടാണ് ചെയ്യുന്നത്. അത് ചെയ്ത് വൈകുന്നേരം വീട്ടിൽ പോയാൽ വെരിക്കോസിൻ്റെയൊക്കെ ശസ്ത്രക്രിയയിൽ നമ്മൾ പിറ്റേ ദിവസം തൊട്ട് തന്നെ ആൾക്ക് ജോലിക്ക് പോയി തുടങ്ങാമെന്നുള്ളതാണ് പറയുന്നത്. ഹെർണിയ മുതലായ ശസ്ത്രക്രിയകളാണെങ്കിൽ 2-3 ദിവസത്തെ റെസ്റ്റ്, അതിനുള്ളിൽ നമ്മുടെ കീഹോളിൻ്റെ മുറിവുകൾ ഉണങ്ങി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ നോർമൽ ആക്ടിവിറ്റീസ് തുടരാവുന്നതാണ്. ചില റെസ്ട്രിക്ഷൻസ് ഉണ്ടാകും, ഒരുപാട് വെയിറ്റ് എടുക്കാൻ പാടില്ല, നമ്മുടെ മുറിവിൻ്റെ സ്ഥലമൊന്നും നോക്കേണ്ടി വരും. അങ്ങനെയുള്ള മിനിമം റെസ്ട്രിക്ഷൻസ് ഒഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് എത്രയും പെട്ടെന്ന് നമ്മുടെ ഒരു നോർമൽ ലൈഫിലേക്ക് തിരിച്ചു പോകുന്നതാണ്. ഇത്രയും എനിക്ക് പറയാനുള്ളത്. അതായത് പണ്ടത്തെ പോലെ ശസ്ത്രക്രിയയെക്കുറിച്ച് നമുക്കൊരു ഭീതി തോന്നേണ്ട കാര്യമില്ല.
നമ്മുടെ അനസ്തീഷ്യ ടെക്നിക്കുകളായാലും സർജറി ടെക്നിക്കുകളായാലും വളരെയധികം പുരോഗമിച്ചിരിക്കുന്നു. വേദനയില്ലാതെ വളരെ സ്ട്രെസ് എടുക്കാതെ സുഖമായി ചെയ്തു പോകാൻ പറ്റുന്ന ശസ്ത്രക്രിയകളാണ് പലതും.